കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ഇരിട്ടി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളിമുറ്റത്ത് കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് സമീപവാസികൾ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഈ വിവരം അറിയിച്ചതോടെ ഇടവക വികാരി ഇക്കാര്യം വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. പള്ളി പരിസര പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി വന്യമൃഗത്തിന്റെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു. വന്യജീവി കടുവയാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ പുലിയാണെന്ന സ്ഥിരീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. രണ്ടാഴ്ച മുമ്പ് സമീപത്ത് 2 വീടുകളിൽ നിന്നും വളർത്തുനായയെ പുലി പിടിച്ചിരുന്നു. അതിൽ ഒരു നായയുടെ ജഡം രണ്ടാമത്തെ ദിവസം പുലി വന്ന് എടുത്തുകൊണ്ടുപോയിരുന്നു. പുലിയെ നേരിൽ കണ്ട് വീട്ടുടമസ്ഥൻ വനംവകുപ്പിനോട് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് വീണ്ടും ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് കൊട്ടിയൂരിൽ നിന്നെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പള്ളിമുറ്റത്ത് പുലിയെത്തിയെന്ന വാർത്ത പരന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. നിരവധി പേർ വന്ന് പോകുന്ന പള്ളിമുറ്റത്ത് പുലിയെ കണ്ടതിൽ പ്രദേശവാസികൾ ആശങ്കയിലാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പേരാവൂർ മണ്ഡലം MLA സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. പുലിയിറങ്ങിയ പള്ളിയിലും പരിസരത്തും സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോറസ്റ്റുകാർ പുലിയല്ല, അല്ലെങ്കിൽ പുലിയില്ല, പുലി വരുന്നതെന്ന് പറയുമ്പം പുലി വരുന്നില്ല എന്ന് ഇവർ പറയുന്നു. പക്ഷേ കൊട്ടിയൂരും അങ്ങനെ മറ്റ് അടയ്ക്കാത്തോടിനൊക്കെ കടുവ തന്നെ അവസാനം കടുവയെ തന്നെ കണ്ടെത്തുന്ന സാഹചര്യം. അതുകൊണ്ട് എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ചിത്രം തെളിയണം, ആളുകളുടെ ആശങ്ക അകറ്റണം. കാരണം പള്ളിയിലൊക്കെ രാവിലെ വരുന്നവരുണ്ട്, പാലും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കാനുള്ള നടപടികൾ